എന്താണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്? CUET എക്സാമിനേഷൻ ഈ വർഷം പൂർണ്ണമായിട്ടും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിട്ടായിരിക്കും നടത്തുക എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ വർഷം ഒരു ഹൈബ്രിഡ് മോഡലായിരുന്നു എക്സാമിനേഷൻ നടത്തിയിരുന്നത്. ബോത്ത് CBT അതുപോലെ തന്നെ ഒരു പേപ്പർ പെൻ എക്സാമിനേഷൻ, OMR എക്സാമിനേഷൻ ഉണ്ടായിരുന്നു. OMR എക്സാമിനേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഒരു സെന്റർ അനുവദിക്കും. ആ സെന്ററിൽ പോയിട്ട് നിങ്ങൾക്ക് പേപ്പർ പെൻ ബബിളിംഗ് സംവിധാനമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവാറുള്ളത്. CBT എക്സാമിനേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഓൺലൈനായിട്ട് എക്സാമിനേഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളതല്ല, ഓൺലൈനിലായിരിക്കും എക്സാമിനേഷൻ ഉണ്ടാവുക. ഒരു കമ്പ്യൂട്ടർ സെന്ററിൽ വെച്ചിട്ടായിരിക്കും എക്സാമിനേഷൻ നടക്കുക. അതിന് കൃത്യമായിട്ടുള്ള മാനദണ്ഡം ഉണ്ടാവും. അത് നിങ്ങളുടെ ജില്ലയിൽ എവിടെയാണോ നിങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത് ആ കമ്പ്യൂട്ടർ സെന്ററിൽ പോയിട്ടായിരിക്കും നിങ്ങൾക്ക് എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി സാധിക്കുക. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി കമ്പ്യൂട്ടറിലായിരിക്കും എക്സാമിനേഷൻ ഉണ്ടാവുക. ക്വസ്റ്റ്യൻ പേപ്പർ വിൽ ബി പബ്ലിഷ് ഇൻ ദ സ്ക്രീനിൽ പബ്ലിഷ് ചെയ്യുകയും അങ്ങനെ പബ്ലിഷ് ചെയ്തതിനു ശേഷം നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുകയാണ് ചെയ്യുക. നിങ്ങൾക്ക് എക്സാമിനേഷനോട് അനുബന്ധിച്ച് നിങ്ങൾക്ക് ഒരു റഫ് ഷീറ്റ് മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുക. അല്ലാത്ത മറ്റ് ഡിവൈസുകളൊന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സാമിനേഷൻ ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഇതുവരെ അത്തരത്തിലുള്ള എക്സാമിനേഷൻ എഴുതാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു മോക്ക് ട്രെയിനിങ്ങോ മോക്ക് എക്സാമിനേഷനോ ഒക്കെ എഴുതി നോക്കാവുന്നതാണ്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അതിന്റെ ഒരു പാറ്റേൺ കാണാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്ക് മറ്റ് എക്സാമിനേഷനെ പോലെയല്ല, നിങ്ങൾക്ക് ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ 20ാമത്തെ ചോദ്യമോ 30ാമത്തെ ചോദ്യമോ ഒക്കെ നിങ്ങൾക്ക് കാണാനും ഉത്തരം കൊടുക്കാനും ഉത്തരം മാർക്ക് ചെയ്യാനും മാർക്ക് ചെയ്തതിനു ശേഷം വീണ്ടും റിവ്യൂ ചെയ്യാനും അതിനൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. വിശദമായിട്ട് നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽസ് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾ പറയാം. അപ്പോൾ മറ്റൊരു വീഡിയോ, ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്കൊരു ടെസ്റ്റ് സെന്റർ അലോട്ട് ചെയ്യും. ആ സെന്ററിൽ വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് എക്സാമിനേഷൻ നടക്കുക. അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പ് നിങ്ങൾ നടത്തുകയും ചെയ്യേണ്ടതാണ്.